അഭിമാനപൂർവം നമ്മുടെ FSNOയുടെ പ്രസിഡന്റ് ശ്രീ സജീവ് ചേനാട്. വെൽക്കം. താങ്ക് യു സുരേഷ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഏതാണ്ട് 2014 ജൂലൈയിൽ ഇങ്ങനെയുള്ള ഒരു ദിവസത്തിലാണ് ശ്രീനാരായണ ആദർശങ്ങളിൽ ആകൃഷ്ടരായ ഒരു കൂട്ടം പേർ ഫിലാഡൽഫിയയിൽ ഒത്തുചേരുകയും ഇങ്ങനെയുള്ള ഒരു ആശയത്തിന് രൂപം കൊടുക്കുകയും ചെയ്തത്. അതിൻ്റെ പരിണാമം ആണ് ഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷൻ ഓഫ് നോർത്ത് അമേരിക്ക. അന്ന് ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ഭാരവാഹികൾ ഗുരുദർശനങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അത് പഠിപ്പിക്കാനുമുള്ള ഒരു വേദി, ഈ ഒത്തുചേരൽ 2 വർഷത്തിലൊരിക്കൽ കൂടുന്നതിന് ഒരു സംഘടനാ തലത്തിലുള്ള ഫ്രെയിം ആവശ്യമാണെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഫെഡറേഷൻ രൂപം കൊള്ളുകയും ചെയ്തു. ആ ഫെഡറേഷൻ്റെ തുടർന്നുള്ള കൺവെൻഷനുകൾ എല്ലാവർക്കും അറിയാം. 2016 ഹ്യൂസ്റ്റൺ, 18 ന്യൂയോർക്ക്, 20 പാൻഡമിക് മൂലം നടത്തുവാൻ കഴിഞ്ഞില്ല, 22 വാഷിങ്ടൺ DC. ഇത് ഇപ്പം 2024 ന്യൂയോർക്ക് റീജിയൻ, ട്രൈ സ്റ്റേറ്റ് റീജിയനിലുള്ള FSNOയുടെ ഭാരവാഹികളുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുകയാണ്. ഓരോ കൺവെൻഷനും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. അതിൻ്റെ പങ്കാളിത്തം കൊണ്ടും നിലവാരം കൊണ്ടും പ്രവർത്തന രീതി കൊണ്ടും അതാത് കാലങ്ങളിലെ ഭാരവാഹികൾ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഒരിക്കലും ഒരു മുടക്കവും കൂടാതെ ഇത് തുടർന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ തുടർച്ച ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തുവാനുള്ള ഞങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിന് എന്നോട് സഹകരിച്ച നിരവധി നല്ല മനസ്സുകളുണ്ട്. അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കട്ടെ. ശ്രീനാരായണ ദർശനങ്ങൾ കാലാതീതമാണ്, ദേശാതീതമാണ്. അതോടൊപ്പം തന്നെ ഗുരു കാലാനുസൃതമായ മാറ്റങ്ങളും ഉൾക്കൊണ്ടിരുന്നു. ഗുരുവിൻ്റെ ദർശനങ്ങൾ, വിശകലനങ്ങൾ, കൃതികൾ, ഇടപെടലുകൾ ഇത് സസൂക്ഷ്മം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാം, 1888 അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ. അത് സമൂഹത്തിൽ ഉളവാക്കിയ ഉണർവ്, മാറ്റം, രക്തരഹിത വിപ്ലവം. അതിനുശേഷം ഒരുപാട് പ്രതിഷ്ഠകൾ ഗുരു ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, കെടാവിളക്ക്, കണ്ണാടി പ്രതിഷ്ഠ. ഏതാണ്ട് ഒരു 30 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഗുരു തന്നെ നമ്മളെ ഉത്ബോധിപ്പിച്ചു, ഇനി നമ്മൾക്ക് വേണ്ടത് വിദ്യാലയങ്ങളാണ്. കാലാനുസൃതമായ മാറ്റം ഗുരു ഉൾക്കൊണ്ടിരുന്നു. അതേപോലെ തന്നെ നമ്മൾക്കറിയാം, ആരെയും അന്യവൽക്കരിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനാണ് ഗുരു എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. സ്തോത്രഗീതങ്ങളിലൂടെ, ദൈവദശകത്തിലൂടെ, ദാർശനികമായ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആത്മോപദേശ ശതകത്തിലൂടെ, അങ്ങനെ നിരവധി കൃതികളിലൂടെ, വളരെ പേജുകൾ കുറച്ചായിരിക്കാം, പക്ഷേ അതിലെ ആശയം അത് കാലാതീതമാണ്, അത് ദേശാതീതമാണ്. അതേപോലെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇടയിൽ കൂടുതൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഗുരുദേവ ദർശനങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ദർശനങ്ങൾക്കും വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഗുരുദർശനങ്ങളും അങ്ങനെ ഒരു കാര്യത്തിന് വിധേയമാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധാലുക്കളായിരിക്കണം.
മനുഷ്യത്വം, മനുഷ്യാണ് മനുഷ്യത്വം, എല്ലാവർക്കും അറിയാം. മനുഷ്യത്വം, മാനവികത, ഇത് നമ്മൾ എല്ലാ ദർശനങ്ങളും കാണുന്നുണ്ടെങ്കിൽ തന്നെയും ഗുരുവിൻ്റെ ആ രണ്ട് വാക്കുകൾ ഒരുപാട് മാനങ്ങൾ നൽകുന്നതാണ്. എന്തുകൊണ്ടോ ഗുരുവിനെ അറിയുന്നവരും അടുത്തറിഞ്ഞവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഗുരുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ച നമ്മൾ ദുഃഖത്തോടെ കാണുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഇന്ന് നമ്മൾക്ക് ഈ വേദിയിൽ, അതുപോലെ അടുത്ത് വരുന്ന 2-3 ദിനങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗുരുവിൻ്റെ ദർശനങ്ങൾ, മാനവികത, മനുഷ്യത്വം, കാലാനുസൃതമായ മാറ്റങ്ങൾ, അത് ഫലപ്രദമായിട്ട് വിശകലനം ചെയ്യാനും നമ്മളെ ഉത്ബോധിപ്പിക്കാനും കഴിവുള്ള പ്രാസംഗികരെ അല്ലെങ്കിൽ പങ്കാളികളെയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, മുക്താനന്ദ സ്വാമിജി, ശ്രീ ഷൗക്കത്ത്, ഡോക്ടർ ജി മോഹൻ ഗോപാൽ, അതേപോലെ ഒരു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്രവാസ ലോകത്ത് തൻ്റേതായ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ അസുലഭ ഭാഗ്യം ലഭിച്ച ജഡ്ജ് ശ്രീ കെ സുരേന്ദ്രൻ. ഇവരുടെയൊക്കെ വാക്കുകൾ ശ്രദ്ധാപൂർവം നമ്മൾക്ക് ശ്രവിക്കാം. അതിലൂടെ ഒരു ഉണർവ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗുരുദർശനത്തിൻ്റെ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് മാറിയ സാഹചര്യത്തിൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഇവരുടെ ഉപദേശങ്ങൾ, നല്ല വചനങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതിലൂടെ വ്യക്തിപരമായ ഒരു ഉണർവ് അത് സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി. താങ്ക് യു ഓൾ.